ഹായ് എവരി വൺ SQL സീരീസിലെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഡേറ്റാബേസ് എന്നും ഡേറ്റാബേസ് എങ്ങനെ ഡേറ്റാ സയൻസ് ഡൊമെയിനിൽ നമുക്കെങ്ങനെ അത് യൂസ്ഫുൾ ആകുന്നു എന്നുള്ളതും എന്തുകൊണ്ട് നമ്മൾ ഫ്ലാറ്റ് ഫയൽസ് എന്നതിൽ ഉപരിയായിട്ട് ഡേറ്റാബേസ് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഡേറ്റാബേസ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓവർവ്യൂ നമ്മൾ കണ്ടു. അതിൽ തന്നെ നമ്മൾ MySQL അല്ലെങ്കിൽ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഡേറ്റാബേസിലുള്ള കമാൻഡ്സും കാര്യങ്ങളും ബേസിക് ക്വറിയും കമാൻഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ SQL ജോയിൻ ഓപ്പറേഷൻ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്, അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പോസിബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, അതെങ്ങനെ ചെയ്യാം, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കീ ഫീച്ചറായിട്ട് ഞാൻ ഡേറ്റാബേസിൻ്റെ കാര്യം ആയിട്ട് പറഞ്ഞിരുന്നത്, നമ്മൾ റിഡൻഡൻറ്റ് ഇൻഫർമേഷൻ ഒഴിവാക്കാനായിട്ട് ഇൻഫർമേഷനെ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ടേബിൾസിലായിട്ടായിരിക്കും ഒരു ഡേറ്റാബേസിൽ സൂക്ഷിക്കുക. അപ്പോൾ ഒരു ഡേറ്റാബേസിൽ തന്നെ മൾട്ടിപ്പിൾ ടേബിൾസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ അഗ്രിഗേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ ജോയിൻ ഓപ്പറേഷൻ ആയിരിക്കും ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ടേബിൾസിൽ സ്റ്റോർ ചെയ്യുന്നത് വഴി നമുക്ക് റിഡൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഒഴിവാക്കാനും എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ MySQL പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ഓപ്പറേഷൻസ് ആയിട്ട് പ്രധാനമായിട്ടും വരുന്നത് ഇന്നർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ ആൻഡ് ഫുൾ ജോയിൻ എന്നുള്ള പറയുന്ന 4 ടൈപ്പ് ഓപ്പറേഷൻസാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്, ഒരു ഇന്നർ ജോയിൻ ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ജോയിൻസിലും വരുന്ന ഔട്ട്പുട്ടിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ജോയിൻ ഓപ്പറേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നോക്കിയറിയാം നമുക്കൊരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിൽ നമുക്ക് 2 ടേബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് സ്റ്റുഡൻസ് ടേബിളും ഒന്ന് സ്കോർസ് ടേബിളും. ഇവിടെ നോക്കിയറിയാം സ്റ്റുഡൻസ് ടേബിളിൽ നമുക്കുള്ള 3 കോളംസാണ് സ്റ്റുഡൻറ്റ് ID, നെയിം, സിറ്റി. അതായത് സ്റ്റുഡൻസിന് ഒരു യൂണീക്ക് ആയിട്ടുള്ള ID കൊടുത്തിട്ടുണ്ട്, ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും പേരുണ്ട്, അവർ ഏത് സിറ്റിയിൽ നിന്നാണ് വരുന്നതെന്നുള്ള ഇൻഫർമേഷനും ഉണ്ട്. അതുപോലെ സ്കോർസ് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാലും സെയിം സ്റ്റുഡൻറ്റ് IDയും അതിന് പേരിനും സിറ്റിക്കും പകരമായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് അവരുടെ സബ്ജക്റ്റും സ്കോറുമാണ്. അവർ പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്, അവർക്ക് കിട്ടിയ സ്കോർ ഏതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയറിയാം സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്ന കോളം 2 ടേബിളിലും കോമൺ ആണ്. അപ്പം ഈ ഒരു കോമൺ ആയിട്ടുള്ള ID അല്ലെങ്കിൽ കോളം വെച്ചിട്ടായിരിക്കും നമ്മൾ SQL ഓപ്പറേഷൻസിൽ ജോയിൻ ഓപ്പറേഷൻസിൽ നമ്മൾ ടേബിൾസ് കമ്പൈൻ ചെയ്യുക. ഇനി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്ന കോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസ് ടേബിളിൽ ID നമ്പർ 1, 2, 3, 4 ഉണ്ട്. നേരെ മറിച്ച് സ്കോർസ് ടേബിളിൽ നമുക്ക് 1, 2, 3 and 5 ആണുള്ളത്. അതായത് 4th സ്റ്റുഡൻറ്റിൻ്റെ നെയിം ആൻഡ് സിറ്റി നമുക്ക് സ്റ്റുഡൻസ് ടേബിളിലുണ്ട്, പക്ഷേ ആ സെയിം സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ ഇൻഫർമേഷൻ നമ്മുടെ സ്കോർ ടേബിളിലില്ല. അതുപോലെ തന്നെ സ്കോർസ് ടേബിളിൽ 5th സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ നമുക്കുണ്ട്, അതായത് അവരുടെ സബ്ജക്റ്റ് ആൻഡ് സ്കോർ നമുക്കുണ്ട്, പക്ഷേ ആ 5th സ്റ്റുഡൻറ്റിൻ്റെ നെയിം ആൻഡ് സിറ്റി നമുക്ക് സ്റ്റുഡൻറ്റ് ടേബിളിലില്ല. അപ്പം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓപ്പറേഷൻസിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കീ ആയിട്ടുള്ള കോളം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ID ആയിട്ട്. ഓക്കെ, സോ ഇനി നമുക്കിതിൽ വരുന്ന ഡിഫറെൻറ്റ് ജോയിൻ ഓപ്പറേഷൻസ് വരുമ്പോൾ ഈ റിസൾട്ടിൽ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നതെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള റോസ് മാത്രം, 2 ടേബിളിലും ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന റോസ് മാത്രമായിരിക്കും ഇതിൽ മാച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഒരു ഇന്നർ ജോയിൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വെൻ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ 2ലും കോമൺ ആയിട്ടുള്ള റോസ് മാത്രമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയറിയാം 2 ടേബിളിലും ഉള്ള സ്റ്റുഡൻറ്റ് IDs എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ID 1, 2 and 3 ആണ്. അപ്പം അരുൺ, പ്രിയ ആൻഡ് രാഹുൽ ഇവരുടെ 3 പേരുടെയും ആയിരിക്കും ഇൻഫർമേഷൻ, അതായത് സിറ്റി ഇൻഫർമേഷൻ നമുക്കുള്ളത്, നെയിം ഇൻഫർമേഷൻ ഉള്ളത്, അതുപോലെ തന്നെ സബ്ജക്റ്റ് ആൻഡ് സ്കോർ 2 ടേബിളിലും മാച്ച് ചെയ്ത് വരുന്നത് ഈ 3 പേരുടെ മാത്രമായിരിക്കും. അപ്പോൾ ഇന്നർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 പേരുടെയും ഇൻഫർമേഷൻ മാത്രമായിരിക്കും നമ്മുടെ റിസൾട്ടിംഗ് ടേബിളിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ പേരുകൾ, സിറ്റി, ദേ ആർ കമ്മിങ് ഫ്രം സബ്ജക്റ്റ്, സ്കോർ, ഇതായിരിക്കും നമ്മുടെ ഇന്നർ ജോയിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത്. അതായത് ID നമ്പേഴ്സ് 1, 2, 3 വിച്ച് ഈസ് കോമൺ ടു ബോത്ത് ടേബിൾസ്. അപ്പോൾ ഇവിടെ സ്നേഹ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ അത് വരുന്നില്ല, അപ്പോൾ അതായത് ID നമ്പർ 4 വരത്തില്ല. അതുപോലെ തന്നെ ID നമ്പർ 5 വരുന്ന സ്റ്റുഡൻറ്റിൻ്റെ മാർക്കോ സ്കോറുകളോ ഒന്നും അതും ഇത് ടേബിളിൽ വരത്തില്ല. അപ്പം ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ആയിരിക്കും, 2 ടേബിളിൻ്റെയും ഇൻ്റർസെക്ഷൻ കോമൺ ആയിട്ട് വരുന്ന റോസ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്.
ഇനി ഇതെങ്ങനെയാണ് ക്വറി ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് സെലക്ട് അതായത് സ്റ്റുഡൻറ്റ് ടേബിൾ സെലക്ട് ഫ്രം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് കൊടുത്ത ശേഷം ഒരു സ്പേസ് ഇട്ട ശേഷം ഒരു എസ് എന്ന് ഇട്ടിരിക്കുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിൾ നെയിം വീണ്ടും നമ്മളതിനൊരു ഷോർട്ട് നെയിം കൊടുക്കുകയാണ്. ഒരു വീണ്ടും യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളൊരു ഷോർട്ട് നെയിം കൊടുക്കുക. അതായത് എസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വെച്ച് തന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പറയുമ്പോൾ എസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ടേബിളിൽ നിന്ന് നെയിം എന്ന് പറയുന്ന കോളവും അതുപോലെ തന്നെ വീണ്ടും എസ് ഡോട്ട് സിറ്റി അതായത് സ്റ്റുഡൻസ് ടേബിളിൽ നിന്ന് സിറ്റി എന്ന് പറയുന്ന കോളവും എടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്കോർസ് എന്ന് പറയുന്ന ടേബിളിന് ഇവിടെ SC എന്നിട്ടിട്ടുണ്ട്. അതും ഒരു ഷോർട്ട് നെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് സ്കോർസ് ടേബിളിൽ നിന്ന് സബ്ജക്റ്റും സ്കോർസ് ടേബിളിൽ നിന്ന് സ്കോറും എടുക്കുക. അപ്പോൾ ഈ ആദ്യത്തെ സെലക്ട് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റുഡൻസ് ടേബിളിൽ നിന്ന് നെയിമും സിറ്റിയും എടുക്കുക, അതുപോലെ സ്കോർസ് ടേബിളിൽ നിന്ന് സബ്ജക്റ്റും സ്കോറും എടുക്കുക എന്നാണ് പറയുന്നത്. ഇനി രണ്ട് ഇന്നർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ടേബിൾ നെയിം പറയുന്നു. അതാണ് ഇവിടെ ഫ്രം സ്റ്റുഡൻസ് എസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടേബിളിനെ ഇന്നർ ജോയിൻ ചെയ്യൂ എന്നാണ് പറയുന്നത് ഇവിടെ, അതായത് സ്കോർസ് ടേബിൾ. അതിനും ഈ രണ്ട് ടേബിളിനുമുള്ള ഷോർട്ട് നെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഏത് കോളം ബേസ് ചെയ്തിട്ട് വേണം നമ്മളിതിനെ കമ്പൈൻ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത ശേഷം സ്റ്റുഡൻസ് ടേബിളിലെ സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്ന കോളവും സ്കോർസ് ടേബിളിലെ സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്ന കോളവും തമ്മിൽ കമ്പയർ ചെയ്ത് ഇന്നർ ജോയിൻ ചെയ്യാനാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഈ ഒരു SQL ക്വറി ഇങ്ങനെയാണ് അതിൻ്റെ യൂസേജ് വരുന്നത്. ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിനും ഒക്കെ വരുമ്പോഴെല്ലാം സിമിലർ ആണ്. ഇവിടെ ചെറിയൊരു കീവേഡിലുള്ളൊരു ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് കമ്പൈൻ ചെയ്ത് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇന്നർ ജോയിൻ ക്വറിയുടെ എക്സാമ്പിൾ. ഇനി ലെഫ്റ്റ് ജോയിൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ടിൽ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് ജോയിൻ വരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന ടേബിളിൻ്റെ എല്ലാ റോസിനും ആയിരിക്കും. ആ ടേബിളിന് കൊറസ്പോണ്ടിങ് ആയിട്ട് മാച്ചിങ് ഇൻഫർമേഷൻ റൈറ്റ് സൈഡിലുള്ള ടേബിളിൽ നിന്ന് അത് ഫെച്ച് ചെയ്യും. മാച്ചിങ് ഇൻഫർമേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ നൾ വാല്യൂ ആയിരിക്കും വരുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് സ്റ്റുഡൻറ്റ് ID ഈ ടേബിളിൽ ഉണ്ടായിരുന്നത് 1, 2, 3 and 4 ആണ്. അതായത് സ്നേഹ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ നെയിം ആൻഡ് സിറ്റി ഇതിലുണ്ട്. പക്ഷേ റൈറ്റ് സൈഡിലുള്ള ടേബിളിൽ സ്നേഹ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ സബ്ജക്റ്റ് ആൻഡ് സ്കോർ നമുക്കില്ല. പക്ഷേ ബാക്കി സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും സബ്ജക്റ്റ് ആൻഡ് സ്കോർ ഉണ്ട്. അപ്പോൾ നമ്മുടെ റിസൾട്ടിംഗ് ടേബിളിൽ ലെഫ്റ്റ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അരുൺ, പ്രിയ, രാഹുൽ ആൻഡ് സ്നേഹ ഈ 4 പേരുടെയും നെയിം ആൻഡ് സിറ്റി ഉണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ സബ്ജക്റ്റ് ആൻഡ് സ്കോർ അരുൺ, പ്രിയ ആൻഡ് രാഹുലിൻ്റെ ഉണ്ടാവും. പക്ഷേ സ്നേഹയുടെ മാത്രം സബ്ജക്റ്റ് ആൻഡ് സ്കോറിന് പകരം അവിടെ നൾ വാല്യൂ ആയിരിക്കും വരുന്നത്. കാരണം ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ടേബിളിനാണ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് വരുന്നത്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റൈറ്റ് സൈഡിലുള്ള ടേബിളിൽ നിന്നാണ് ഇത് ഫെച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ SQL ക്വറിയിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ ക്വറി തന്നെയാണ്. ഒരേ ഡിഫറൻസ് വരുന്നത് ഇന്നർ ജോയിൻ എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ ലെഫ്റ്റ് ജോയിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, സോ ഇനി ഇതേ ഐഡിയ തന്നെയാണ് റൈറ്റ് ജോയിനിൽ വരുന്നത്. പക്ഷേ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ടേബിളിന് പകരം റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന ടേബിളിൻ്റെ റോസ് അതായിരിക്കും പ്രയോറിറ്റി, അല്ലെങ്കിൽ അതെല്ലാം അവിടെ പ്രസൻ്റ് ആയിരിക്കും. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലെഫ്റ്റ് സൈഡിലെ ടേബിളിൽ നിന്നായിരിക്കും ഇത് പിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ നോക്കിയറിയാം ഈ വെൻ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ നമ്മളിവിടെ എല്ലാ കോളംസും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഫ്രം സ്റ്റുഡൻസ് SC ഏതൊക്കെ കോളം വേണമെന്ന് പറയുന്നില്ല. റൈറ്റ് ജോയിൻ സ്കോർ SC രണ്ടും ഷോർട്ട് നെയിം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൺ സ്റ്റുഡൻറ്റ് ID ബേസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാനാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ആ റൈറ്റ് സൈഡിലുള്ള ടേബിൾസിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കും പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പഴയ ടേബിളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻറ്റ് ID 1, 2, 3 and 5 അവിടെ ഉണ്ടാവും. അവരുടെ എല്ലാത്തിൻ്റെയും അതായത് 1, 2, 3യുടെ നെയിമും സിറ്റിയും ഉണ്ടാവും, സബ്ജക്റ്റും സ്കോറും ഉണ്ടാവും. 5th IDക്ക് കൊറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ സബ്ജക്റ്റും സ്കോറും ഉണ്ടാവും. പക്ഷേ ആ IDക്ക് കൊറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം ആൻഡ് സിറ്റി പൊസിഷൻസ് നമുക്ക് നൾ വാല്യൂസ് ആയിട്ടായിരിക്കും റിസൾട്ടിംഗ് ടേബിളിൽ ഉണ്ടാവുക. അപ്പോൾ റൈറ്റ് ജോയിൻ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ എഴുതാം. അതായത് ഇവിടെ കോളംസ് ഒക്കെ സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ സിംപ്ലി ഫ്രം സ്റ്റുഡൻസ് റൈറ്റ് ജോയിൻ വിത്ത് വാട്ട് കോളം ഓൺ വാട്ട് കോളം ബേസിസ്, ഏത് കോളത്തിൻ്റെ ബേസിസിലാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതും നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് ഫോമിലാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ ഒരു യൂസേജ്. സ്പെസിഫിക്കലി നമുക്ക് കോളംസ് എടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം. ഓക്കെ, ഇനി വരുന്നത് ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയുന്ന ലാസ്റ്റ് ടൈപ്പ് ഓപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് ഫുൾ ഔട്ടർ ജോയിനിൽ രണ്ട് ടേബിളിലും വരുന്ന എല്ലാ റോസും അവിടെ ഉണ്ടാവും.
ഏതെങ്കിലും പൊസിഷനിൽ വാല്യൂസ് മാച്ചിങ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ മിസ്സിങ് ആയിട്ടുള്ള അതായത് നൾ വാല്യൂസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയുന്ന കീവേഡ് ആയിരിക്കും ഇവിടെ ജോയിൻ എന്ന് പറയുന്ന കീവേഡിന് പകരമായിട്ട് വരുന്നത്. സിംപിളി ബേസ്ഡ് ഓൺ സ്റ്റുഡൻ്റ് ഐ ഡി കോളം ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 2 ടേബിൾസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഐ ഡി നമ്പർ 1, 2, 3, 4 ആൻഡ് 5 നമ്മുടെ റിസൾട്ടിങ് ടേബിളിലുണ്ടാവും. പക്ഷേ ഐ ഡി നമ്പർ 4-ന് കൊറസ്പോണ്ടിങ് ആയിട്ട് സബ്ജക്റ്റ് ആൻഡ് സ്കോർ നമുക്ക് നൾ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഐ ഡി നമ്പർ 5-ന് കൊറസ്പോണ്ടിങ് ആയിട്ട് നെയിം ആൻഡ് സിറ്റി നമുക്ക് നൾ വാല്യൂസ് ആയിരിക്കും ആ റിസൾട്ടിങ് ടേബിളിൽ ഉണ്ടാവുക. ഓൾ റൈറ്റ്. സോ ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, ഇന്നർ ജോയിൻ ആൻഡ് ഫുൾ ഔട്ടർ ജോയിൻ, ഇതാണ് 4 ടൈപ്പ് കോമൺ ആയിട്ട് വരുന്ന 4 ടൈപ്പ് ഓഫ് ജോയിൻ ഓപ്പറേഷൻസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ക്വിക്കായിട്ട് ഒറ്റത്തോട്ടത്തിൽ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞാൽ ഓൺലി മാച്ചിങ് റോസ് ഫ്രം ബോത്ത് ടേബിൾസ് ആണ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നൾ വാല്യൂസ് ഇതിൽ ഉണ്ടാവില്ല. ലെഫ്റ്റ് ജോയിൻ ആണെങ്കിൽ ഓൾ റോസ് ഫ്രം ലെഫ്റ്റ് ടേബിൾ എടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാച്ചിങ് വാല്യൂസ് ഫ്രം റൈറ്റ് ടേബിൾ എടുക്കും. സോ റൈറ്റ് ടേബിൾ ചിലപ്പോൾ നൾ വാല്യൂസ് വരാൻ സാധ്യതയുണ്ട് റൈറ്റ് സൈഡിൽ. അതുപോലെ തന്നെ റൈറ്റ് ജോയിൻ ആണെന്നുണ്ടെങ്കിൽ ഓൾ ഇൻഫർമേഷൻ റോസ് ഫ്രം റൈറ്റ് ടേബിൾ എടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാച്ചിങ് ഇൻഫർമേഷൻ ഫ്രം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന ടേബിളിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാച്ചിങ് ഇൻഫർമേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നൾ വാല്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഇനി ഫുൾ ഔട്ടർ ജോയിൻ ആണെന്നുണ്ടെങ്കിൽ ഓൾ റോസ് ഫ്രം ബോത്ത് ടേബിൾസ് എടുക്കും, രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാച്ചിങ് വാല്യൂസ് ഉള്ള പൊസിഷൻസിൽ വാല്യൂസ് ഉണ്ടാവും, അല്ലാത്ത പൊസിഷനിൽ നൾ വാല്യൂസ് ആയിരിക്കും അവിടെ വരിക. അപ്പോൾ ഇതാണ് 4 ടൈപ്പ് ജോയിൻ ഓപ്പറേഷൻസ് കമ്പാരിസൺ വരുന്നത്. ഇനി ഇങ്ങനത്തെ ജോയിൻ ഓപ്പറേഷൻസ് ആണെങ്കിൽ നമുക്ക് പൈത്തൺ പ്ലസ് SQL ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ സിംപിളി ഏത് ക്വറി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഒരു SQLite 3 ലൈബ്രറി യൂസ് ചെയ്ത് നമ്മളൊരു DBയിലോട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ കണക്ട് ഈക്വൽ ടു SQLite 3.connect എന്ന് പറഞ്ഞൊരു DB ഫയലിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു കണക്ടർ ഒബ്ജക്റ്റ് നമുക്ക് ഫസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വറി നമുക്കൊരു മൾട്ടി ലൈൻ സ്ട്രിങ് ആയിട്ട് തന്നെ എഴുതാം പൈത്തണിൽ. സെയിം ക്വറി തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ലെഫ്റ്റ് ജോയിനോ റൈറ്റ് ജോയിനോ ഇന്നർ ജോയിനോ ഔട്ടർ ജോയിനോ ഏതുമായിക്കോട്ടെ ആ ഒരു ക്വറി നമ്മൾ എഴുതിയ ശേഷം നമ്മൾ പാൻഡാസിൻ്റെ read_SQL ക്വറി എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് നമ്മൾ ആ ക്വറിയും ഈ കണക്ടർ ഒബ്ജക്റ്റും പാസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ DBയിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് ഒരു ഡേറ്റ ഫ്രെയിമായിട്ട് തിരിച്ചു തരും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ജോയിൻ ചെയ്ത് വരുമ്പോഴുള്ള റിസൾട്ടാണ് നോക്കിയറിയാം. നമുക്ക് ID നമ്പർ 1, 2, 3 ആൻഡ് 4 വരും. പക്ഷേ ID നമ്പർ 4-ന് കറസ്പോണ്ടിങ് ആയിട്ട് സബ്ജക്റ്റ് ആൻഡ് സ്കോർ വാല്യൂസ് നമുക്ക് നൾ അല്ലെങ്കിൽ നൺ വാല്യൂസ് ആണ് അവിടെ വരിക. അപ്പോൾ ഈ രീതിയിൽ നമുക്കത് കണക്ട് ചെയ്യാം. ഇവിടെ ഒരു അഡീഷണൽ സോർട്ടിംഗ് ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടിങ് കൂടെ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ തന്നെ ജോയിൻ ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നമ്മൾ SQLite 3 യൂസ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്ത് DBയിൽ നിന്ന് കമ്പൈൻ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓൾ റൈറ്റ്. സോ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് യു ക്യാൻ ട്രൈ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 80s സ്കോർ നമ്പർ 80ക്ക് മുകളിൽ വരുന്ന സ്റ്റുഡൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ഇന്നർ ജോയിൻ, അതുപോലെ തന്നെ വെയർ ക്ലോസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി സ്കോർ ഒട്ടും സബ്മിറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ലെഫ്റ്റ് ജോയിൻ പ്ലസ് നമുക്ക് വെയർ ഓപ്പറേഷൻ യൂസ് ചെയ്യാം. ബട്ട് വെയർ സ്കോർ ഈക്വൽ ടു നൾ എന്ന് പറയുന്ന കാര്യം ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ സിറ്റി വൈസ് ആവറേജ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് ലെഫ്റ്റ് ജോയിൻ പ്ലസ് ഗ്രൂപ്പ് ബൈ സിറ്റി ചെയ്ത് ആവറേജ് എടുത്ത് ചെയ്യാൻ സാധിക്കും. സോ ഇതെല്ലാം യു ക്യാൻ ട്രൈ പ്രാക്ടീസിങ് വിത്ത് സം സിമ്പിൾ ടേബിൾസ് ഓർ DBs in your system. All right. Okay, so thank you everyone. Let's see in another video.